ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു. ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിയിടുന്നു. ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിയിടുന്നു. ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു. ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു. ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിയിടുന്നു. ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിയിടുന്നു. ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു. ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിയിടുന്നു. ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിയിടുന്നു. വെള്ളം കേണോ ചീടിച്ചു ക്രൂശിൽ നിന്നും ദാഹിച്ചു വെള്ളം കേണോ കണ്ണിൽ ദയവില്ലാതെ കൈപ്പൂകാടി കൊടുത്തു. കണ്ണിൽ ദയവില്ലാതെ കൈപ്പൂകാടി കൊടുത്തു. ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു. ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു. ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിയിടുന്നു.
പ്രാവശ്യം കൂടെ വായിച്ചു കേൾപ്പിക്കും. ഉത്തമഗീതം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചന ഭാഗമാണ് ഇന്ന് രാത്രി നാം പ്രാർത്ഥനയോടെ ധ്യാനിക്കുന്നത്. ഉത്തമഗീതയുടെ പുസ്തകം ദൈവകൃപയില്ലാതെ വായിച്ചു കഴിഞ്ഞാൽ വളരെ പ്രശ്നമാകുന്ന പുസ്തകമാണ് ഉത്തമഗീതം. അതുകൊണ്ട് ഈ പുസ്തകം വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ധ്യാനിക്കേണ്ട പുസ്തകമാണ്. ഇതിൻ്റെ അകത്ത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആത്മീക ബന്ധമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആത്മീക ബന്ധം അതിനൽപ്പം ഡിലേ ഒന്ന് കുറയ്ക്കണേ, കുറച്ച് പൊടിക്ക് കുറച്ച്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആത്മീക ബന്ധം എന്നോട് പറഞ്ഞാൽ പ്രിയനും പ്രിയയുമായിട്ടുള്ള ബന്ധം, കാന്തനും കാന്തയുമായിട്ടുള്ള ബന്ധം, മണവാളനും മണവാട്ടിയുമായിട്ടുള്ള ബന്ധം, അവയെ ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധം. അതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. അതിൽ സഭ ആരാണ്, ക്രിസ്തു ആരാണ്, വ്യക്തമായ നിലയിലാണ് ഈ പുസ്തകത്തിനകത്ത് അവൻ ആലേഖനം ചെയ്തിരിക്കുന്നത്. പ്രിയൻ പ്രിയയെ വർണ്ണിക്കുന്നു, പ്രിയ പ്രിയനെ വർണ്ണിക്കുന്നു. അവയെ യെരൂശലേം പുത്രിമാർ ചോദിക്കുകയാണ്, ഞങ്ങളുടെ പ്രിയന്മാരെക്കാൾ നിന്റെ പ്രിയന്റെ വിശേഷത എന്താണ്? മറുപടി, എന്റെ പ്രിയൻ അതിസുന്ദരൻ, അവൻ 10,000-ങ്ങളിൽ ശ്രേഷ്ഠൻ, അവൻ വെണ്മയും ചുവപ്പുമണിയവൻ, അവൻ ഷാരോനിലെ പനിനീർ പുഷ്പം, അവൻ താഴ്വരയിലെ താമരപ്പൂവാകും. പ്രിയനെ വർണ്ണിക്കുകയാണ്. അപ്പൊ പ്രിയനെന്ത് ചെയ്യുന്നുണ്ട്? വർണ്ണിക്കുന്നുണ്ട്. ആ ഒരു ബന്ധമാണ് ഈ പുസ്തകത്തിനകത്ത് എന്ത് ചെയ്യുന്നത്? കാണുന്നത്. സ്തോത്രം. പണ്ടൊരിക്കൽ ദൈവസഭയ്ക്കകത്ത് ഒരു വിശ്വാസി ദൈവസ്നേഹത്തെ കുറിച്ച് പുസ്തകം, ഒരു പ്രബന്ധം തയ്യാറാക്കാനായിട്ട് പാസ്റ്ററോട് ചോദിച്ചു. ദൈവസ്നേഹത്തെ കുറിച്ച് ഒരു പ്രബന്ധം. അപ്പോ ദൈവസ്നേഹത്തെ കുറിച്ച് പ്രബന്ധം പുള്ളിക്ക് എഴുതാൻ അറിയാത്തത് കൊണ്ടും പറഞ്ഞു കൊടുക്കാൻ അറിയാത്തത് കൊണ്ടും ഉത്തമഗീതങ്ങളുടെ പേപ്പർ കയറി കൊടുത്തു. സ്തോത്രം. അതിന്റെ പേപ്പർ കയറി കൊടുത്തു. കാര്യം പുള്ളിക്ക് കിട്ടിയപ്പോൾ ഏത് പുസ്തകം കിട്ടിയത്? ഉത്തമഗീതമാണ് കിട്ടിയത്. അങ്ങനെ കയറി കൊടുക്കാനും ലാഘവത്തോടെ കാണാനുമുള്ള പുസ്തകമല്ല ഉത്തമഗീതം. ഇതിനകത്ത് സഭയും ക്രിസ്തുവും തമ്മിൽ ആഴമായൊരു ബന്ധമുണ്ട്. കൈകൾ ഉയർത്തി ദൈവത്തെ ശ്രദ്ധിച്ചാൽ നമ്മുടെ പ്രിയന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ നാഥന്റെ പ്രത്യേകത എന്താണ്? മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ കർത്താവിനെ വ്യത്യസ്തനാക്കുന്നത് എന്താണ്? ക്രിസ്തുവിന്റെ ജനനം, ക്രിസ്തുവിന്റെ ജീവിതം, ക്രിസ്തുവിന്റെ ശുശ്രൂഷ, ക്രിസ്തുവിന്റെ മരണം, ക്രിസ്തുവിന്റെ അടക്കം, ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം, ഇനി മടങ്ങി വരുന്നത്, ഇതൊന്നും മറ്റുള്ളവരിൽ നിന്നും ക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുന്നു. ക്രിസ്തു ജനിച്ചതുപോലെ ഉലകത്തിൽ ആരും ജനിച്ചിട്ടില്ല. ക്രിസ്തു ജീവിച്ചതുപോലെ ഉലകത്തിൽ ആരും ജീവിച്ചിട്ടില്ല. ക്രിസ്തു മരിച്ചതുപോലെ ആരും മരിച്ചിട്ടില്ല. ക്രിസ്തു അടക്കം, ക്രിസ്തുവിനെ അടക്കിയതുപോലെ ആരെയും അങ്ങനെ അടക്കിയിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതുപോലെ ആരും സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് നമ്മൾ ഉയർത്തുന്ന നമ്മുടെ കർത്താവ് മാത്രമാണ്. വീണ്ടും വരാമെന്ന് നമ്മോട് വാഗ്ദത്തം ചെയ്തവൻ അത് ഒരുവൻ മാത്രമാണ്. അതിന്റെ രാത്രി നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവാണ്. ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിയ മക്കൾ അല്പസമയങ്ങൾ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് ആരാധന കൊടുക്കാം. കർത്താവിനെ വർണ്ണിക്കാൻ ഒത്തിരി പാട്ടുകളാണുള്ളത്. ഒത്തിരി പാട്ടുകൾ കർത്താവിനെ വർണ്ണിക്കാറുണ്ട്. എൻ പ്രിയൻ എപ്പോൾ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയൻ എപ്പോൾ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല,
മണ്ണിൽ കരി മാണിക്കം വെളിയോരില്ല ഞാൻ ഈ മണ്ണിൽ കരി ഹല്ലേലൂയ ഈ മണ്ണിൽ കരി മാണിക്കം കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ സഭയും ക്രിസ്തുവുമായിട്ടുള്ള ആഴമായ ബന്ധമാണ് ഉത്തമഗീതത്തിൽ കാണുന്നത്. അതിനെ സഭയെ കുറിച്ച് പ്രിയൻ വർണ്ണിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് രാത്രി ധ്യാനിക്കുന്നത്. ഒരു പ്രാവശ്യം വായിക്കും ഉത്തമഗീതം 4-ാം അധ്യായം ഇതിന്റെ 12-ാമത്തെ വാക്യം. എന്റെ കാന്ത, എന്റെ സഹോദരി കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. തോട്ടം, പിന്നെ നീരുറവ്, കിണർ. തോട്ടം എന്ത് ചെയ്തിരിക്കുന്നു? തോട്ടം കെട്ടിയടച്ചിരിക്കുന്നു. നീരുറവ് അടച്ചിരിക്കുന്നു. കിണർ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ ദൈവസഭയാകുന്ന തോട്ടം എന്തല്ല? തുറന്നു കിടക്കുന്നതല്ല, അത് കെട്ടിയടച്ച തോട്ടമാണ്. ഇതിൻ്റെ അകത്ത് നിബന്ധനകളുണ്ട്, ഇതിൻ്റെ അകത്ത് കൽപ്പനകളുണ്ട്, ഇതിൻ്റെ അകത്ത് പ്രമാണമുണ്ട്, ഇതിൻ്റെ അകത്ത് ഉപദേശമുണ്ട്. അത് പ്രമാണിക്കുന്നവർക്കാണ് ഈ തോട്ടത്തിനകത്തുള്ള നന്മ അനുഭവിക്കാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. യജമാനന്റെ വാക്കനുസരിച്ചുകൊണ്ട് കൂട്ടിനകത്ത് വളരുന്നൊരു തത്ത, യജമാനന്റെ വാക്കനുസരിച്ച് കൂട്ടിനകത്ത് ആ തത്ത വളർന്നാൽ പുറത്ത് കിട്ടാത്ത പാലും പഴവും എവിടെ കിട്ടും? കൂട്ടിനകത്ത് കിട്ടും. പക്ഷെ ഒരു കാര്യം, കൂട്ടിനകത്ത് വളരണം. കൂട്ടിന് പുറത്തു പോയാൽ കിട്ടില്ല. അവയെ പുറത്ത് കിട്ടാത്ത പാലും പഴവും കൂട്ടിനകത്ത് കിട്ടും. പക്ഷെ ഒരു കാര്യം, യജമാനന്റെ വാക്കനുസരിച്ച് ആ കൂട്ടിനകത്ത് വളരണം. അതിന്റെ അർത്ഥം ദൈവവചനമാകുന്ന ചട്ടക്കൂടിനകത്ത് അത് പ്രമാണിച്ച് ആ നിബന്ധനകൾ പാലിച്ചാൽ നന്മയ്ക്ക് വേണ്ടി നീ പുറത്തു പോകണ്ട. നന്മ നിന്റെ കൂടാരത്തിനകത്ത് കർത്താവ് കൊണ്ടുവരും. കൈകൾ ഉയർത്തി ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. പക്ഷെ സഭ എന്ത് ചെയ്തു? സഭയുടെ വേലിക്കെട്ടുകളെ പൊളിച്ചു കളഞ്ഞു. യോഗ്യന്മാരല്ലാത്ത ചെറുകുറുക്കന്മാർ സഭയ്ക്കകത്ത് എന്ത് ചെയ്തു? കേറി വേലികളെ പൊളിച്ചു. ഇത് മാന്തിക്കളഞ്ഞ് സഭ ദേശത്ത് എന്ത് ചെയ്തു? പരസ്യകൂലമായി. ചിലർ വിചാരിക്കുന്നത് ആള് കൂടുന്നതെല്ലാം ദൈവസഭ എന്നാണ്. അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട്? ആള് കൂടുന്നുണ്ട്. സ്തോത്രം. തുള്ളുതലമെല്ലാം സഭയെന്നാണ് നമ്മുടെ ചിന്ത. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തുള്ളുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗത്തിൽ പോകുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ പോകാൻ സാധ്യത എരിമേലി എന്നാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? തുള്ളല് നടക്കുന്നത്. എരിമേലി പേട്ട തുള്ളൽ. സ്തോത്രം. ഇപ്പൊ തുള്ളുന്നതിൽ എന്തല്ല? ദൈവസഭയല്ല. സ്തോത്രം. ആള് കൂടുന്നതല്ല, ദൈവസഭയല്ല. ക്രിസ്ത്യാനികളിൽ ഏറ്റവും കൂടുതലുള്ളത് കാത്തലിക്സ് ആണ്, കത്തോലിക്കക്കാരാണ്. കത്തോലിക്കയാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് കത്തോലിക്ക ദൈവസഭയാണോ? അല്ല. ആള് കൂടുന്നതെല്ലാം ദൈവസഭയല്ല. തിരുവഴുത്തിന്റെ പ്രമാണം അനുസരിക്കുന്നത് അത് 2 or 3 പേരായാലും അതാണ് ദൈവത്തിന്റെ തിരുസഭ. കൈകൾ ഉയർത്തി ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. പണ്ടൊരു വനരാജാവ്, ഒരു ദൈവാസം പറഞ്ഞൊരു ചിന്തയാണ്. സ്തോത്രം. ഒരു വനരാജാവ് തൻ്റെ കൊട്ടാരത്തിനകത്തൊരു കട്ടിലുമാണ്. കട്ടിൽ, മനോഹരമായ ഒരു കട്ടിൽ, കാനന ഭംഗി നിറഞ്ഞൊഴുകുന്നൊരു കട്ടിൽ. അപ്പോ വളരെ ഭംഗിയുള്ള നിലയിൽ ഈ കട്ടിൽ പണിതുകൊണ്ട് ഈ കട്ടിൽ കാണാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ എന്ത് ചെയ്യുമായിരുന്നു? കടന്നു വരുമായിരുന്നു. ഇഷ്ടംപോലെ സന്ദർശകരാണ് ഈ കട്ടിൽ കാണാൻ. സ്തോത്രം. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ. അപ്പോൾ ഈ കട്ടിൽ കാണാൻ വേണ്ടി ആൾക്കാരിങ്ങനെ ആൾക്കൂട്ടമായപ്പോൾ രാജാവ് എന്ത് ചെയ്തു? രാജാവ് ഒരു നിബന്ധന വെച്ചു. നിബന്ധന മറ്റൊന്നുമല്ല, 2 നിബന്ധനയാണ്. ഒന്ന്,
എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഒന്ന്, ഈ കട്ടില് കാണാൻ വരുന്നവര് കാണുക മാത്രമല്ല, ആ കട്ടിൽ കയറി കിടക്കണം. ഇതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന, അവയെ കട്ടിൽ കിടക്കുന്നയാൾക്ക് കട്ടിലിനോട് നീളമില്ലെങ്കിൽ വലിച്ചു നീട്ടും. അല്ല, കിടക്കുന്നയാൾക്ക് കട്ടിനേക്കാൾ നീളം കുറവാണെങ്കിൽ കട്ടിൻ്റെ അളവ് വെച്ച് കട്ടി. ഈ രണ്ട് നിബന്ധന വെച്ചപ്പോൾ കട്ടിൽ കാണാൻ പറ്റുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? പറഞ്ഞേ, കുറഞ്ഞു. എന്താണ് നിബന്ധന? ഒന്നാമത് നിബന്ധന എന്താ? കട്ടിൽ കാണാൻ വരുന്ന ഒരു നാട് മാത്രം എന്ത് ചെയ്യണം? കയറി ഒന്ന് കിടക്കണം. രണ്ടാമത്തെ നിബന്ധന, സ്തോത്രം, കിടക്കുന്നയാൾക്ക് കട്ടിലിനോട് നീളമില്ലെങ്കിൽ കട്ട് ചെയ്യും. അവയെ നീളമെങ്കിൽ വലിച്ചു നീട്ടും. നീളം കൂടുതലാണെങ്കിൽ കട്ടിൻ്റെ അളവ് വെച്ച് കട്ട് ചെയ്യും. ഇങ്ങനെ രണ്ട് നിബന്ധന വെച്ചപ്പോൾ കട്ടിൽ കാണാൻ വരുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? കുറഞ്ഞു. ദൈവത്തിന്റെ വചനത്തോടെ കൂട്ടിപ്പഠിപ്പിക്കുകയും കുറച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നത് എത്ര ആൾ കൂടിയാലും അത് ദൈവസഭ അല്ല. സ്വന്തം പറഞ്ഞ ദൈവമക്കൾ, ഹല്ലേലൂയ. കുറച്ച് പഠിപ്പിക്കുന്നവരുണ്ട്, കൂട്ടി പഠിപ്പിക്കുന്നവരും ഉണ്ട്. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് ഒന്നുമില്ല. ദൈവവചനം മുഖം നോക്കാതെ പറയുകയായിരുന്നു. അതുകൊണ്ട് ആള് കുറഞ്ഞോ? ഇല്ല. അവിടെ അത്ഭുതം നടന്നില്ലേ? അവിടെ ദൈവമഹത്വം വെളിപ്പെട്ടില്ലേ? അവിടെ അടയാളങ്ങൾ നടന്നില്ലേ? അവിടെ രോഗസൗഖ്യം ഉണ്ടായില്ലേ? ദൈവത്തിന്റെ വചനത്തോട് കൂട്ടിപ്പഠിപ്പിക്കുകയും കുറച്ച് പഠിപ്പിക്കുന്നതും ദൈവസഭയല്ല. ഇതിന്റെ പ്രമാണത്തിലൂടെ ധൈര്യത്തോടെ നിൽക്കുന്നതാണ് യഥാർത്ഥ ദൈവസഭ. മനസ്സിലായി? ദൈവമക്കൾ കൈകൾ ഉയർത്തി കർത്താവിന് നന്ദിയോടെ രാത്രി സ്തോത്രം ചെയ്യുക. അതാണോ നമ്മുടെ ദൈവസഭ? ആ പ്രമാണത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളും ആ കൂട്ടത്തിലാണ്. ദൈവസഭ കെട്ടിയടച്ചിരിക്കുന്ന തോട്ടമാണ്. രണ്ട് സഭയാണ് വേദപുസ്തകത്തിലുള്ളത്. ഒന്നാമത്തെ സഭ പഴയ നിയമസഭ, രണ്ടാമത്തെ സഭ പുതിയ നിയമസഭ. പഴയ നിയമസഭ ഏതാണ്? അത് ഇസ്രായേലാണ്. ഇസ്രായേലാകുന്ന ദൈവസഭയെ എവിടെ നിന്നാണ് ദൈവം കൊണ്ടുവന്നത്? അത് മിസ്രൈമിന്റെ അടിമത്വത്തിൽ നിന്നാണ്. മിസ്രൈമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീറ്റിക്കളഞ്ഞ് അതിനെ നട്ടു. അത് ദേശത്ത് വളർന്നു, അത് പടർന്നു പന്തലിച്ചു. അതിന്റെ കൊമ്പുകൾ സ്തോത്രം നദി വരെയും അതിന്റെ ചില്ലികൾ സമുദ്രം വരെയും നീണ്ടു എന്നാണ് ദൈവവചനം പറയുന്നത്. ദൈവസഭയാകുന്ന മുന്തിരിത്തോട്ടം എവിടെ നിന്നാണ് എടുത്തത്? മിസ്രൈമിൽ നിന്ന് എടുത്തു എന്നാൽ മിസ്രൈമിൽ വെച്ച് ദൈവസഭയെ തകർക്കാൻ ഒട്ടനവധി പദ്ധതികൾ മെനഞ്ഞു എന്നുള്ളതാണ്. അവരോട് കഠിനമായി പ്രവർത്തിക്കാൻ തുടങ്ങി. കഠിന വേല ചെയ്യിപ്പിച്ചു, അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ദൈവത്തിന്റെ സ്വന്തം ജനമായ, ദൈവത്തിന്റെ അവകാശമായ, ദൈവത്തിന്റെ സമ്പത്തായ ദൈവസഭയെ പീഡിപ്പിക്കും തോറും അവർ തളർന്നുപോയെന്നല്ല, പീഡിപ്പിക്കും തോറും അത് ദേശത്ത് വളർന്നുകൊണ്ടിരുന്നു. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാ. ഇന്നുണ്ടാകുന്ന പ്രതിസന്ധിയും അങ്ങനെ തന്നെയാ. കെട്ടിയടക്കപ്പെട്ട ദൈവസഭയാകുന്ന തോട്ടത്തെ ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും മുടക്കാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കുന്ന കാര്യമില്ല. 5 വള്ളി കത്തിച്ചത് കൊണ്ടോ 10 വേദപുസ്തകം ചുട്ടുകരിച്ചത് കൊണ്ടോ ദൈവദാസന്മാരെ തെരുവിൽ തല്ലിയത് കൊണ്ടോ അവരെ ഉപദ്രവിച്ചത് കൊണ്ടോ കല്ലെറിഞ്ഞത് കൊണ്ടോ കൊന്നുകളഞ്ഞത് കൊണ്ടോ ഒന്നും ദൈവസഭ അവസാനിക്കില്ല. ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയിൽ അടിസ്ഥാനമിട്ടുള്ള മനുഷ്യരല്ല, അടിസ്ഥാനമുള്ള നേതാക്കന്മാരല്ല, അടിസ്ഥാനങ്ങളുടെ ഉയരത്തിലെ ദൈവമാണ്. ആ ദൈവസഭയെ പണിയുന്ന കർത്താവാണ്. ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല. വിശ്വാസിക ദൈവമക്കൾ ഈ രാത്രി അല്പസമയങ്ങൾ കാര്യങ്ങൾ അടിച്ച് ദൈവത്തിന് ആരാധന കൊടുക്കുക. പഴയ നിയമസഭയെ കുറിച്ച് പുസ്തകം ഉണ്ടാകുന്നു, വായിക്കാം. സങ്കീർത്തന പുസ്തകം 80-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കാം.
അപ്പൊ പഴയ നിയമസഭ ഏതാ? പഴയ നിയമസഭ ഇസ്രായേൽ. ഇസ്രായേലിനെ കുറിച്ച് പുസ്തകം എന്താ പറയുന്നത്? അത് മുന്തിരിവള്ളിയാണ്. പഴയ നിയമസഭയെ കുറിച്ച് മുന്തിരിവള്ളി എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ മുന്തിരിവള്ളി ആരാ? ഇത് കർത്താവായ യേശുവാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. പഴയ നിയമസഭ മുന്തിരിവള്ളി, അപ്പോൾ തന്നെ ഇത് അവൻ തോട്ടമാണ്. ആ ദൈവസഭയ്ക്കകത്ത് അവൻ ആര് കയറി? കാട്ടുപന്നി കയറിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ സഭയ്ക്ക് എന്ത് കയറിയിട്ടുണ്ട്? കാട്ടുപന്നിയും കാട്ടുകുറുക്കന്മാരും കയറിയിട്ടുണ്ട്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. സ്തോത്രം. അത് കയറിയത് കൊണ്ടാണ് വേലി എന്ത് ചെയ്തത്? പൊളിയപ്പെട്ടത്. അവൻ സഭ കെട്ടിയടയ്ക്കപ്പെട്ടതാണ്. സഭയെ എവിടെ നിന്നാലും അറിയാൻ ഒക്കൂ. അതുകൊണ്ടാണ് ബിലെയാം പറഞ്ഞത്, ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂടെ എന്ത് ചെയ്യുന്നില്ല? എണ്ണപ്പെടുന്നില്ല. സഭയെ കണ്ടാൽ അറിയാം. സ്തോത്രം. സഭ എവിടെ നിന്നാലും അറിയാം. സഭ അവൻ സെപ്പറേറ്റഡ് ആണ്. കാരണം ഇതിന് വില കൊടുത്തത് അവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അവൻ ഇതിനാരും വില കൊടുത്തില്ല. ആർ കടന്നു പോകുമെന്നുള്ള ദൈവശബ്ദം, പാപത്തെ നിവദിച്ചു കിടക്കുന്ന മനുഷ്യനെ ആര് വീണ്ടെടുക്കാൻ കടന്നു പോകും എന്നുള്ള ദൈവശബ്ദം സ്വർഗത്തിൽ മുഴങ്ങുമ്പോൾ ഞാൻ കടന്നു പോകാമെന്ന് പറഞ്ഞ് പുത്രനായ ക്രിസ്തു ഈ ദൗത്യം ഏറ്റെടുക്കുകയാണ്. ദൈവരൂപത്തിൽ ഇരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോണം വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സഭയാകുന്ന തോട്ടത്തിനകത്ത് ഒട്ടനവധി ദൈവദാസന്മാരുടെ അയക്കപ്പെട്ടവരുടെ രക്തം വീണിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഹാബേൽ രക്തം മുതൽ ബെരക്യാവിന്റെ മകനായ സെക്കരിയാവിന്റെ രക്തം വരെയും നിങ്ങളോട് ചോദിക്കേണ്ടതാകുന്നു. ഹാബേൽ തുടങ്ങി ബെരക്യാവിന്റെ മകനായ സെക്കരിയാവിന്റെ രക്തം വരെയും നിങ്ങളോട് ചോദിക്കേണ്ടതാകുന്നു. സഭയാവുന്ന തോട്ടത്തിനകത്ത് ഇത്രയും ദൈവദാസന്മാരുടെ രക്തമുണ്ടോട് വീണിരിക്കുകയാണ്. അവയെ സെക്കരിയാവിനെ എങ്ങനെ വകവരുത്തിയത്? സെക്കരിയാവിനെ സ്തോത്രം പ്രാകാരത്തിൽ വെച്ചാണ്. മന്ദിരത്തിനും യാഗപീഠത്തിനും മധ്യയുള്ള പ്രാകാരത്തിൽ വെച്ച് എന്ത് ചെയ്തു? കല്ലെറിഞ്ഞു വന്നെന്നാണ്. എന്തിനാണ് അവിടെ വെച്ച് വന്നത്? ആലയത്തിന് പുറത്തിറക്കാൻ അവൻ കഴിഞ്ഞില്ല. സ്തോത്രം. സെക്കരിയാവ് അറിയിച്ച ദൂത് അത്രത്തോളം കർശനമായതുകൊണ്ട്, സെക്കരിയാവിന്റെ ദൂത് അത്രത്തോളം ആധികാരികമായതുകൊണ്ട്, ജനത്തിന്റെ പാപത്തിനെതിരെ ശബ്ദമുയർത്തിയത് കൊണ്ട് ആലയത്തിൽ നിന്ന് പുറത്തിറക്കാനുള്ള ക്ഷമ പോലും ജനം കാണിക്കാതെ ആലയത്തിനകത്തിട്ട് ദൈവത്തിന്റെ പ്രവാചകനെ വകവരുത്തി കളഞ്ഞു. ഈ തോട്ടത്തിനകത്ത് ഒരുപാട് പേര് രക്തം വീണിട്ടുണ്ട്. ഇത് പറഞ്ഞ ക്രിസ്തുവിനെയും അവർ വെറുതെ വിട്ടില്ല. യേശുവിന്റെ രക്തവും ഇതിനകത്ത് വീണു. എന്നാൽ ആ പ്രവാചകന്മാരുടെയും ന്യായാധിപന്മാരുടെയും അയക്കപ്പെട്ട ദൈവദാസന്മാരുടെയും രക്തം വീണതുപോലല്ല ഈ രക്തത്തിന്റെ പ്രത്യേകത. അത് ഇന്ന് രാത്രിയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന്റെ ആരാധന കൊടുക്ക. യേശുവിന്റെ രക്തം അത് സകല പാപം നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അത് ഗുണകരമായി സംസാരിക്കുന്നതാണ്. അപ്പൊ ദൈവസഭയാകുന്ന തോട്ടം ഏതാ? അത് മുന്തിരിത്തോട്ടമാണ്. പഴയ നിയമസഭയെ കുറിച്ച് പറയുന്നത് മുന്തിരിത്തോട്ടം എന്നാണ്. അപ്പൊ ഈ മുന്തിരിത്തോട്ടത്തിനകത്ത് സ്തോത്രം, ഈ കെട്ടി അടയ്ക്കപ്പെട്ട തോട്ടത്തിനകത്ത് ആരുടെ രക്തം വീണു? അയക്കപ്പെട്ടവരുടെ രക്തം വീണിരിക്കുകയാണ്. അത് എന്ത് ചെയ്യുകയാണ്? അത് നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ദൈവത്തിന്റെ ദാസന്മാരെ നമ്മുടെ മധ്യ അയക്കുന്നത് എന്തിനാ? സ്തോത്രം. നമ്മുടെ ജഡത്തെ കിടക്കാനാണോ? അല്ല. ഹല്ലേലൂയ. ഇപ്പോൾ പാർക്കുന്ന വീടല്ല, ഇതിനേക്കാൾ വലിയ വീട് കിട്ടാൻ പോവുകയാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്ന വാഹനമല്ല, ഇതിനേക്കാൾ വലുത് ലഭിക്കാൻ പോവുകയാണ്. ഇത് നമുക്ക് ഓഫർ തരാൻ വേണ്ടിയല്ല ദൈവദാസന്മാരെ നമ്മുടെ മധ്യ അയക്കുന്നത്. നമ്മുടെ മധ്യ ദൈവദാസന്മാരെ അയക്കുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. മനസ്സിലായ നിയമങ്ങൾ ദൈവത്തെ ശുദ്ധിച്ചാണ്. അവൻ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിന് പകരം എന്താ പറയുന്നു? 40-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങൾ. 40-ാം സങ്കീർത്തനം അതിന് 7-8 വാക്യങ്ങൾ വായിച്ചേ. പുസ്തകത്തിലുള്ള എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, പിന്നെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടും. അപ്പോൾ ആരെ കുറിച്ചുള്ള പ്രവചനമാണ്? ശ്രദ്ധിച്ചേ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. സ്തോത്രം. എന്താണ് അത് പറഞ്ഞിരിക്കുന്നത്?
നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. അപ്പൊ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം എന്താ പുത്രനെ കുറിച്ച്? അവേ യെശയ്യാ 53:10 എന്താ പറഞ്ഞിരിക്കുന്നത്? അവനെ തകർക്കുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അപ്പൊ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം എന്താ? പുത്രനായ ക്രിസ്തുവിനെ കാൽവറിയിൽ തകർക്കുക എന്നുള്ളതായിരുന്നു പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം. ആ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ആര് പ്രിയപ്പെട്ടു? പുത്രനായ ക്രിസ്തു പ്രിയപ്പെടുകയാണ്. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഇനി 3.5 വർഷക്കാലത്തെ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ കർത്താവ് എപ്പോഴും ആവർത്തിച്ചു പറയുന്ന ഒരു പദമുണ്ട്. എന്താണ്? എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുക, അതു തന്നെ എന്റെ ആഹാരം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ഗത്സമനയിലെ പ്രാർത്ഥന, അവസാനത്തെ പ്രാർത്ഥന, ആ ഗത്സമനയിലെ പ്രാർത്ഥനയിൽ അവൻ ശിഷ്യന്മാരിൽ നിന്ന് അവൻ ഒരു കല്ലേറ് ദൂരത്ത് പോയി യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് സംസാരിക്കുകയാണ്. അത് പതിവ് പോലെയുള്ള പ്രാർത്ഥനയാണ്. അവൻ പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് പ്രതിഭാസനോട് ആധികാരികമായി സംസാരിച്ചു. സ്തോത്രം. യേശുവിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? ആ പ്രാർത്ഥന അവൻ പിതാവിനോട് സംസാരിക്കുകയാണ്, പിതാവായ ദൈവത്തോട് സംസാരിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രാർത്ഥന മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയാണ്. സ്തോത്രം. ആ പ്രാർത്ഥനയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണ് പറയുന്നത്? പിതാവേ, മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ. സ്തോത്രം. അതിന്റെ അർത്ഥം മാനുഷികമായ ബലം ആ സമയത്ത് കുറഞ്ഞുപോയി. കാരണം യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. മനുഷ്യത്വമുള്ളത് കൊണ്ട് ഇത് സഹിക്കാൻ കഴിയുമോ? ഈ ക്രൂശ് മരണം വഹിക്കാൻ കഴിയുമോ എന്നോർത്തപ്പോൾ കർത്താവ് ക്ഷീണിച്ചു പോയി. അതിന് തെളിവ് ദൈവത്തിന് ദൂതന്മാർ വന്ന് കർത്താവിനെ ബലപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ പ്രാർത്ഥന രണ്ടാമത്തെ പ്രത്യേകത അത് ദൈവഹിതത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. മൂന്നാമത്തെ പ്രത്യേകത അത് പ്രാണവേദനയിലാകുന്ന പ്രാർത്ഥനയാണ്. കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. അടുത്ത വിയർപ്പ് തുള്ളികൾ ചോരത്തുള്ളി പോലെ നിലത്ത് വീഴുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ കർത്താവ് എന്ത് ചെയ്യുകയാണ്? കർത്താവ് ക്രൂശ് മരണം വഹിക്കാൻ കടന്നു പോവുകയാണ്. വിയർപ്പ് തുള്ളികൾ ചോരത്തുള്ളി പോലെ നിലത്ത് വീഴുമ്പോൾ ദൈവഹിതത്തിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്യത്തിന്റെ പൂർത്തീകരണമാണ് വെളിപ്പെടുന്നത്. എന്താണ്? നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുകയാണ്. കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവ ഇഷ്ടം ചെയ്യുവാൻ കർത്താവ് നടന്നെടുക്കുമ്പോൾ അത് വില കൊടുത്താണ് കടന്നു പോകുന്നത്. സ്വന്തം ജീവനെയാണ് കൊടുക്കാൻ പോകുന്നത്. പാനപാത്രം കഴിയുമെങ്കിലും മാറ്റണമെന്ന് പുത്രനായ ക്രിസ്തു പറയുമ്പോൾ ആ പാനപാത്രത്തിനകത്ത് ഒഴിച്ചു വെച്ചിരിക്കുന്നത് ഒരിക്കലും മധുരമുള്ള വെള്ളമല്ല. ആ പാനപാത്രത്തിൽ ഒഴിച്ചു വെച്ചിരിക്കുന്നത് കയ്പ് നീരാണ്. അത് സ്തോത്രത്തോടെ കുടിച്ച് പിതാവായ ദൈവത്തിന് മുമ്പാകെ ആ ദൗത്യം പൂർത്തീകരിച്ച് സകലതും നിവൃത്തിയായെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സ്വന്തം തോളിത്തലയച്ച് പ്രാണനമിടുമ്പോൾ കർത്താവായ യേശു പിതാവിന്റെ ഇഷ്ടം പൂർത്തീകരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം ഹല്ലേലൂയ ചെയ്യുവാൻ നാം സ്വന്തം ജീവനെ കൊടുക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഷ്ടതയുടെ കയ്പുനീരിൻ പാത്രവും അങ്ങുയൻ കരങ്ങളിൽ കുടിപ്പാൻ തന്നാൽ. കഷ്ടതയുടെ കയ്പുനീരിൻ പാത്രവും അങ്ങുയൻ കരങ്ങളിൽ കുടിപ്പാൻ തന്നാൽ. ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ തിരുകൃപയെ പകരണമേ. അവൻ ചോദ്യം ചെയ്യാതെ
പുത്രൻ ആ ദൈവ ഇഷ്ടത്തിൽ പ്രിയപ്പെടുകയാണ്. സ്തോത്രം. അവസാനം യേശുക്രിസ്തുവിനെ ചുംബനം ഒക്കി കൊടുക്കുമ്പോൾ സ്തോത്രം കർത്താവ് ദൗത്യത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഹല്ലേലൂയ. ജോസഫ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം നേരിട്ട് തന്നെയാണ്. ദൈവം പറയുന്നത് സ്തോത്രം കർത്താവിന്റെ തലയിൽ വെച്ച മുൾക്കിരീടത്തിൽ ഒരു മുള്ള് അടിക്കുമ്പോൾ അത് സ്തോത്രം തലയിൽ കൂടി ആഴ്ന്നിറങ്ങി കണ്ണിൽ കൂടെ വെളി വന്നതാണ്. അത്രത്തോളം വേദനയാണ് കർത്താവ് തീർന്നത് നമുക്ക് വേണ്ടി കാൽമുറിയിൽ സഹിച്ചത്. ഇന്ന് രാത്രി നമ്മെ ഇവിടെ കൊണ്ടിരുത്തിയത് കർത്താവിന്റെ ക്രൂശ് മരണമാണ്. വാഗ്ദത്തങ്ങൾക്ക് ദൂരസ്ഥരായ നമ്മൾ, അന്യരും പരദേശികളുമായി നമ്മൾ, ഇതിനകത്ത് പ്രവേശിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന നമ്മെ ഇന്ന് രാത്രി കൊണ്ടുവരുത്തിയത് നമ്മുടെ ക്രൂശ് മരണമാകയാൽ എത്ര ദൈവത്തിന് ഈ രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയുള്ളൂ. എത്ര സ്തോത്രം ചെയ്താലും, എത്ര മഹത്വം കൊടുത്താലും, എത്ര ആരാധന കൊടുത്താലും മതിവരത്തില്ല. ആയിരം നാളുകൾക്ക് വർണ്ണിക്കാൻ കഴിയാത്ത വിധമുള്ള ദൈവിക നന്മകൾ ദൈവം നമുക്ക് തന്നതുകൊണ്ട് എല്ലാ ദൈവമക്കളും അല്പസമയങ്ങൾ ശക്തിയോടെ കാര്യങ്ങൾ അടിച്ച് ദൈവത്തിന് ആരാധന കൊടുക്കാം. നമ്മെ കൊണ്ടുവരുത്തിയത് കർത്താവിന്റെ ക്രൂശ് മരണമാണ്. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന് ഇഷ്ടം എന്താ? പുത്രനെ കുറിച്ച് കാൽവറിയിൽ തകർക്കുക. ആ കർത്താവിനെ അനുഗമിക്കുന്ന നമ്മെ കുറിച്ചുള്ള ദൈവത്തിന് ഇഷ്ടം എന്താ? ദൈവത്തിന് ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയില്ല. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവരത്രേ ദൈവത്തെ കാണുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ ദൈവ ഇഷ്ടം നമ്മൾ ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മൾ വില കൊടുത്തേ മതിയാവും. നമ്മുടെ ആത്മീയ ജീവിതത്തെ അലക്ഷ്യമായി ഒരിക്കലും കാണാൻ പാടില്ല. ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഒരു തമാശയായി കാണരുത്. കർത്താവുമായിട്ടുള്ള ബന്ധം ഒരിക്കലും ഒരു നേരം പോക്കല്ല. ആരാധന ഒരു നേരം പോക്കല്ല. പ്രാർത്ഥന ഒരു ടൈം പാസ് അല്ല. ഇന്ന് രാത്രി ബല കൊടുക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ബല കൊടുക്കുന്നവരോട് എന്റെ ദൈവം ചെയ്യുന്നത് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സീനായി പർവ്വതത്തിലേക്ക് മോശ കയറി ചെല്ലുമ്പോൾ ആ പർവ്വതത്തിൽ മോശ 40 ദിവസം ഇരുന്ന 40 ദിവസം ഭക്ഷണപാനീയങ്ങൾ വെടിഞ്ഞ് വ്യക്തിബന്ധങ്ങളെയും സഹോദര ബന്ധങ്ങളെയും താഴ്വാരത്തിൽ നിർത്തി ദൈവശബ്ദം കേൾക്കാൻ മോശ പർവ്വതത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് മോശ ഇരുന്ന പർവ്വതത്തെ ദൈവത്തിന്റെ മേഘം മൂടിയെന്നാണ്. ദൈവത്തിന്റെ മേഘം മോശയെ മൂടിയെന്നല്ല, ദൈവത്തിന്റെ മേഘം മോശ ഇരുന്ന പർവ്വതത്തെ മൂടിയെന്നാണ്. അപ്പൊ ബല കൊടുക്കുന്നവന്റെ മേൽ ഇറങ്ങി വരുന്ന ഒരു ശക്തമായ ദൈവ സാന്നിധ്യമുണ്ട്. ആത്മീയ തലത്തിൽ വിശുദ്ധ ജീവിതത്തിന് വില കൊടുക്കുന്നവന്റെ മേൽ ഇറങ്ങി വരുന്ന ശക്തമായ ദൈവകൃപയുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ അളവിലല്ല നമുക്ക് വേണ്ടി ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത്. നമ്മുടെ അളവുകളൊക്കെ അപ്പുറമായി നമ്മുടെ മേൽ പെയ്തിറങ്ങുന്ന ദൈവ സാന്നിധ്യത്തിന് എത്ര രാത്രി ആരാധന കൊടുക്കുന്നുണ്ട്. അവർ ദൈവത്തിന്റെ വേഗം പർവ്വതത്തെ മൂടുകയാ. കരങ്ങളടിച്ച് ആരാധന കൊടുക്കുക. നമ്മുടെ യാത്രയ്ക്ക് എന്തൊക്കെ തടസ്സമായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെട്ടിക്കളഞ്ഞേ മതിയാവും. സ്തോത്രം. ദൈവഹിതമല്ലാത്ത കാഴ്ചകൾ, ദൈവഹിതമല്ലാത്ത ഇടപാടുകൾ നിങ്ങളൊക്കെ വിട പറഞ്ഞോ. സ്തോത്രം. ദൈവഹിതമല്ലാത്ത കാഴ്ച നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നം ഉണ്ടാകും. വചനം പറയുന്നത് സ്തോത്രം ഭ്രാന്ത് വരുമെന്ന്. ദൈവഹിതമല്ലാത്ത കാഴ്ച എന്താ? സ്തോത്രം. തെളിവുണ്ടോ? ആവർത്തനം 28:34 വായിക്കും. 28:34. കണ്ടോ? നിന്റെ കണ്ണാലെ കാണുന്ന കാഴ്ച വരും, ഭ്രാന്ത് വരും. സ്തോത്രം. സൈക്കോളജിയുടെ കണക്ക് ശ്രദ്ധിച്ചേ. സൈക്കോളജി കണക്ക് എല്ലാ ദിവസവും എല്ലാ മനുഷ്യരും ഒരു 3 മിനിറ്റ് ഭ്രാന്ത് ഉണ്ടെന്നാണ്. എത്ര മിനിറ്റാ? നിങ്ങളുടെ ഇപ്പം 3 മിനിറ്റെല്ലാം തോന്നും. രാവിലെ എങ്ങളോ പിന്നെ കിടക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഭ്രാന്ത്. അപ്പോൾ ഓൾറെഡി നമുക്കൊരു അരവട്ടമുണ്ട്. അതിൻ്റെ കൂടെ ദൈവഹിതമല്ലാത്ത കാഴ്ചകളൂടെ കാണുമ്പോൾ നമുക്ക് എന്ത് വരും?
ഫുൾ വട്ടാവും. നമ്മൾ ഊളപ്പാറ പോലും എടുത്തില്ല. സ്തോത്രം. അതാണ് വചനം. അവൻ പറഞ്ഞു എൻ്റെ കണ്ണാലെ കാണുന്ന കാഴ്ച എന്ത് വരും? ഭ്രാന്തുണ്ടാവും. ഹല്ലേലൂയ. സ്തോത്രം. അവൻ ഓണാഘോഷം കാണാൻ പോവുക, ഓണപരിപാടിക്ക് പോവുക, തുമ്പി തുള്ളാൻ പോവുക, വടംവലിക്കാൻ പോവുക. സ്തോത്രം. തുമ്പി തുള്ളാൻ പോകുന്നതൊക്കെ കാണിച്ച് നീ വ്യായി കയറി വരും ഇവിടെ. അമ്മയെ സ്തോത്രം. സന്ധ്യാപ്രാർത്ഥന വീട്ടിനകത്ത് നടത്താതെ കൈലാസനാഥൻ കാണുക. കൈലാസനാഥൻ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് കണ്ടുപോകുന്നു. ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയാം. സ്തോത്രം. കൈലാസനാഥൻ അത് മുതുവ്യായാണ്. ഏത് അവസാനം നീ കൈലാസനാഥനായിട്ട് പിന്നെ കണ്ടാൽ ഈ പൂവം കയറും. അമ്മയെ ആ വ്യായ തന്നെ കൊണ്ടുപോയി ചെയ്യും. കൈലാസനാഥൻ മുമ്പ് നോക്കും. അടുത്ത ദൈവൻ്റെ മൂലാമത്തെ ദൈവം പറയും. അതാണ് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓണാഘോഷം കാണാൻ പോലും ദൈവമക്കൾ കാണാൻ പാടില്ല. വേൾഡ് കപ്പ് വരും ഇഷ്ടപ്പെട്ട ടീമിൻ്റെ ജേഴ്സി ഇട്ട് ഡ്രം ഓടിച്ച് കറങ്ങി നടക്കുക. ഇതൊന്നും പണം വന്നതല്ല. മനസ്സിലായോ? സ്തോത്രം. ദൈവജനത്തെ എവിടെ കണ്ടാലും അറിയണം. TPM മൂപ്പനെ എവിടെ കണ്ടാലും ചെയ്യാൻ പറ്റും. അതിൻ്റെ വേഷവിധാനം, രീതി. അവരിങ്ങനെ അമ്മേ ഓണാഘോഷം കാണാൻ പോകുന്ന ഏത് ടീമിൻ്റെ മൂപ്പനെ കണ്ടോ? അവിടെ പറയണോ? സ്തോത്രം. ബോധില്ല. അവർക്കറിയാം അവരാരാണെന്നുള്ള ബോധ്യം ഉറപ്പുണ്ട്. ലേലി പറഞ്ഞാട്ടെ. അത്തവിടാൻ പോവുക. ഇതൊന്നും പാടില്ല. ആർക്ക്? ദൈവമക്കൾക്ക് പാടില്ല. ബർത്ത്ഡേ ആഘോഷിക്കുക, വിവാഹ വാർഷികം ഒന്നും പാടില്ല. ക്ലീന ഗലാത്യർ 4:10 വായിക്കേ. സഭ എങ്ങനെ ആരും കെട്ടിയടച്ച് കോട്ടോളം അറിയിട്ട്. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും ചെയ്യുന്നു. അത് പ്രമാണിക്കാത്തവർ ദൈവത്തെ സൂചിച്ച് പ്രമാണിക്കാത്തവർ. സ്തോത്രം. ദിവസം നോക്കുക. ചിലർക്ക് പ്രത്യേക ദിവസമുണ്ട്. ബന്ധുക്കൂസുകാർക്ക് ചൊവ്വാഴ്ച പുറത്തിറങ്ങാത്ത ബന്ധുക്കൂസുകാരുണ്ട്. 7 മണി കഴിഞ്ഞാൽ വാഴയിൽ അടിയാൽ മതി. 5ാമത് കയറി വീട്ടിനകത്ത് കയറിയുന്നത് പുറത്തിറങ്ങത്തില്ല. ഭയം. സ്തോത്രം. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് ഭയത്തിന്റെ അല്ല. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് ഭീരുത്വത്തിന്റെ അല്ല. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് പുത്രത്വത്തിന്റെ ആത്മാവാണ്. നമുക്കൊന്നിനും പേടിയില്ല. മരണത്തെ പോലെ നമുക്കെന്തില്ല. ദൈവസഭയ്ക്ക് അത് ആ പേടിയൊന്നുമില്ല. അത് മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാണ് നമ്മുടെ അകത്ത് വസിക്കുന്നത്. മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുന്ന ആ ബോധ്യമുള്ള ദൈവമക്കൾ ഇതിനകത്ത് ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. നീ കെട്ടിയടക്കപ്പെട്ട തോട്ടമാണ്. നിന്റെ കൂടാരത്തിനകത്ത് ഉയരേണ്ടത് പ്രാർത്ഥനയുടെ ശബ്ദമാണ്, ആരാധനയുടെ ശബ്ദമാണ്, ഭരണത്തിന്റെ ശബ്ദമാണ്. ഈ രാത്രി ഏറ്റെടുത്ത ദൈവമക്കൾ ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. അമ്മേ ഇതൊക്കെ നമ്മൾ ഇപ്പൊ നമുക്ക് സുഖമായിട്ട് തോന്നും. പിന്നീട് നമ്മളെ എന്ത് ചെയ്യും? അമ്മേ സ്തോത്രം. നമ്മളിത് കാർന്നു പിടിക്കും. അമ്മേ സ്തോത്രം. ഇത് നമ്മുടെ ആത്മീയതത്തെ തകർത്ത് കളയും. അമ്മേ നമ്മളാരും പൂർണ്ണരല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമുക്ക് ബോധ്യം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മടങ്ങി വരണം. പാപം മാനുഷികമാണ്. പക്ഷെ അത് തുടരുന്നത് ഒരിക്കലും മാനുഷികമല്ല. അത് തുടരുന്നതിന്റെ ഒരു പൈശാചിക ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി അതിനുമേൽ ജയമെടുത്ത് ദൈവകൃപയിൽ മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് ആലോചന പറയാൻ നിന്റെ യാത്രയ്ക്ക് തടസ്സമായ, നിന്റെ തലമുറ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി, നിന്റെ വിശുദ്ധ ജീവിത തടസ്സമായി, ആത്മീയ നിലകൾക്ക് തടസ്സമായി, ശുശ്രൂഷകൾക്ക് തടസ്സമായി നിന്നെ കാർന്നു പിടിച്ചിരിക്കുന്ന സകല ആധിപത്യത്തിന് പേരും ഇന്ന് രാത്രി ദൈവത്തിന് വചനത്താൽ അത് ജയമെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്യാം. കരങ്ങളടിച്ച് ആരാധന കൊടുത്താണ്. ദൈവസഭയ്ക്കകത്ത് നടക്കുന്ന ആചാരങ്ങളാണ്. അതെ സ്തോത്രം. ആണ്ഡ്രദൈവത്തിന് ആലയം അലങ്കരിക്കുക. സ്തോത്രം. ആലയം അമ്മേ ബലൂണ് കിട്ടുക, തോരണം കിട്ടുക, ഇതൊന്നും ദൈവദിനത്തിലുള്ള കാര്യങ്ങളല്ല. ആണ്ഡ്രദൈവം പോലും വചനത്തിലില്ല. പിന്നെയാണ് നീ ഒരുങ്ങുന്നത്. സ്തോത്രം. ആലയത്തെ ഒരുക്കേണ്ടത് ഭൗതിക വസ്തുക്കൾ കൊണ്ടല്ല. അമ്മേ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ,
ദൈവസാന്നിധ്യം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആലയം അനുഗ്രഹിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ആമേൻ. ആണ്ടർയോഗത്തിന് ഇതൊന്നും ദൈവസഭയ്ക്കകത്ത് പാടില്ല, ഇതൊക്കെ ആചാരങ്ങളാണ്. ആമേൻ. പിന്നെ 12 മണി ലൈറ്റ് ഓഫ് ചെയ്യുക, ഇതൊക്കെ പുസ്തകത്തിലുണ്ടോ? സ്തോത്രം. പിന്നെ വാക്തത്വ വചനം തൊപ്പിയിൽ കൊണ്ടുവന്ന് കുലുക്കി ഉറങ്ങും. എൻ്റെ വട്ടി കുട്ടാ ചട്ടി ഇല്ലെന്നറിയാം. ഞാനെൻ്റെ കുടുംബമോ ഞങ്ങൾ പോവേ ശരി. നമുക്ക് ഇഷ്ടമുള്ള വാക്യം എടുക്കും ചെയ്യും. പണ്ടൊരു സഭയിലെ ആമേ ഒരു അച്ചാൻ ഈ കാര്യം ഏൽപ്പിച്ചു. സ്തോത്രം. എന്തായാലും ഈ പ്രാവശ്യം ഒരു വ്യത്യസ്തമായ വാക്യം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം കുറെ വാക്യമായിട്ട് വന്നു. ആണ്ടർയോഗത്തിന് അമ്മേ സെൻട്രൽ ഭാഷ യോഗത്തിലിരിക്കുക. അമ്മേ സ്തോത്രം കുലുക്കിയിട്ട് എല്ലാവർക്കും വാക്യം കൊടുത്തു. ആദ്യത്തെ വാക്യം സെൻട്രൽ ഭാഷ എടുത്ത വാക്യം നോക്കിയപ്പോൾ ഒരു പരുവപ്പെട്ട വാക്യമാണ്. വായിച്ചേ പറ്റൂ. എല്ലാവരും വാക്യം എന്ത് ചെയ്യണം? വായിച്ചപ്പോൾ ഹേ സകല കപടവും ദൂർത്തും എന്നവനെ നിഷാദിന്റെ മകനെ. അടുത്ത സെക്രട്ടറിക്ക് വാക്യം കൊടുത്തു. സെക്രട്ടറി കൊടുത്തു. സെക്രട്ടറിയുടെ വാക്യം യഹോവ നിന്നെ ചുരട്ടി എറിഞ്ഞു കളയും. സ്തോത്രം. ഇതിനാണ് വാക്യം, ഇതിനാണ് പുസ്തകം തന്നിരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ മനസ്സ് പൊഴിച്ചു തന്നിരിക്കുകയാണ്. ഇത് ആണ്ടർയോഗത്തിന് കൊണ്ടുവന്ന് വായിക്കേണ്ടതല്ല, ഇത് എല്ലാ ദിവസവും ധ്യാനിക്കേണ്ടതാണ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ, ഞായറാഴ്ച മാത്രമല്ല രാപ്പകൽ ധ്യാനിക്കുന്നവൻ ആരാ? അവൻ ഭാഗ്യവാനാണ്. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുക്കേണ്ട വാക്യമല്ല. പണ്ടൊരുത്തൻ 10 ദിവസം ഉപവാസം ഇരുന്നിട്ട് ഏണ്ടെന്ന് വിഷമു. അപ്പൊ വിഷന്നപ്പോ എന്തായാലും വാക്യം വായിച്ച് പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യാം? ആമേൻ, ഉപവാസം നിർത്താം. ആമേൻ, കറക്കി കുത്താണല്ലോ. വാക്യം എടുത്തു, കറക്കി കുത്തി. ആമേൻ, കിട്ടിയ വാക്യം തിന്നുന്ന നാളെ നീ മരിക്കും. 5ാമത് ആകെ ഇളകിപ്പോയി, പേടിച്ചുപോയി. സ്വതം ഏത് വായിക്കണം? ആമേ, അവൻ പോയി തൂങ്ങിച്ചു. കറക്കിയതാ. അവൻ പോയി തൂങ്ങിച്ചു. ഇവിടെ കറക്കി. നീ പോയി അങ്ങനെ ചെയ്യുക. കൃത്യമായില്ല. ഒന്നുകൂടെ എന്ത് ചെയ്തു? ഒന്നുകൂടെ കൃത്യം. ഇനിയും താമസിക്കുന്നത് എന്താ? ഇതിനല്ല പുസ്തകം, ഇതിനല്ല വചനം. ഇതിൻ്റെ അകത്ത് മുഴുവൻ വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ദിവസം തോറും ധ്യാനിക്കുന്നവരാണ് ആത്മമനുഷ്യൻ ബലം പ്രാപിക്കുന്നത്. നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നിനക്ക് ബലം പകരുന്ന മാനുഷിക ശബ്ദമല്ല, നിന്നെ ഇന്ന് രാത്രി പിടിച്ചു നിർത്തിയ നീ കേട്ട ദൈവശബ്ദമാണ്. അവൻ ലോകക്കാർ നിനക്കെതിരായി മാറിയപ്പോൾ, എല്ലാ വാതിലുകളും കൊട്ടിയടങ്ങപ്പോൾ ഇന്ന് രാത്രി നിന്നെ പിടിച്ചു നിർത്തിയത് നീ കേട്ട ദൈവശബ്ദമാണ്. ആ ദൈവശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മക്കൾ ഈ രാത്രി ശക്തിയോടെ ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. ഇന്ന് രാത്രി മടങ്ങത്താൻ ദൈവസഭ ബലം പ്രാപിക്കട്ടെ. എല്ലാ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ മാറട്ടെ. ബലപ്പെടുത്തുന്ന ദൈവശക്തി ഇന്ന് രാത്രി ശരീരത്തിന് മേൽ വ്യാപിക്കട്ടെ. അന്യഭാഷ ദൈവത്തിന് ആരാധന കൊടുത്തേ. ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്തില്ല? ഈ മരുഭൂമിയുടെ പ്രയാണത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ മരുഭൂമിയുടെ പ്രയാണത്തിൽ ഈ മുള്ളും പറക്കാരെയുമുള്ള ഈ മരുഭൂമിയിൽ നമ്മെ പിടിച്ചു നിർത്തിയതും നമുക്ക് മുന്നോട്ട് പോകാൻ ആർജവം തന്നതും മുന്നോട്ട് ധൈര്യത്തോടെ പുറപ്പെടുക എന്ന് അവൻ നമ്മോട് സംസാരിച്ചതും ഒരു മനുഷ്യന്റെ വാക്കല്ല, നാം കേട്ട ദൈവശബ്ദമാണ്. നാം കേട്ട ദൈവശബ്ദമാണ്. ആ ദൈവശബ്ദം ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യത്തിൽ മുഴുകുകയാണ്. എന്നവർ വിശ്വസിക്കുന്നുണ്ട്, എന്നവർ ഏറ്റെടുക്കുന്നുണ്ട്. ഇന്ന് രാത്രി എന്നെ പിടിച്ചു നിർത്തിയത്, എന്റെ തലമുറയെ പിടിച്ചു നിർത്തിയത്, എല്ലാം തകർന്നു പോയപ്പോൾ എനിക്ക് ബലം നൽകിയത് ഞാൻ കേട്ട ദൈവശബ്ദമാണ്. അല്പസമയം ദൈവത്തിന് ആരാധന കൊടുത്താണ്. ശക്തമായ ദൈവകൃപ നമ്മുടെ മധ്യ വ്യാപരിക്കുകയാണ്. ശക്തമായ ദൈവശക്തി നമ്മുടെ മധ്യ വ്യാപരിക്കുകയാണ്.
ഹല്ലേലൂയ. 276 പേരുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ആമേൻ സമുദ്രത്തിന്റെ മധ്യഭാഗത്തെ എല്ലാ പ്രതീക്ഷകളും പോയി. അവിടെ വെച്ച് ജീവൻ നഷ്ടപ്പെടും, ഇവിടെ കൊണ്ട് തീരും. എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടു. എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ട ഇടത്ത് 276 പേരുടെ നടുവിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ധൈര്യത്തോടെ എഴുന്നേറ്റ് പറയുന്നു, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എന്റെ ദൈവത്തിന്റെ ദൂതൻ കഴിഞ്ഞ രാത്രിയിൽ എന്നോട് സംസാരിച്ചിരിക്കുന്നു. എന്താണ് സംസാരിച്ചത്? ഇതിനകത്തിരിക്കുന്ന ആരുടെയും പ്രാണഹാനി വരികയില്ല. എല്ലാ ബന്ധങ്ങളും നഷ്ടമായി. ഒരിക്കലും വിവരം കൈമാറാൻ കഴിയാത്ത ഇടമാണ് സമുദ്രത്തിന്റെ മധ്യഭാഗം. എല്ലാ ബന്ധങ്ങളും അവൻ ഡിസ്കണക്ട് ആയപ്പോൾ, എല്ലാ ബന്ധങ്ങളും നഷ്ടമായപ്പോൾ അവൻ ദൈവത്തിന്റെ ദാസന് ഉയരത്തിൽ ദൈവവുമായി ഒരു ബന്ധം. ആ ദൈവം സംസാരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ദൈവ ശബ്ദം കേട്ട് വേണം നമ്മുടെ ഭവനത്തിലേക്ക് മടങ്ങി പോകാം. ഹല്ലേലൂയ. നിന്നെ കരുത്തനാക്കുന്നത്, ഈ മരുഭൂമിയുടെ പ്രയാണത്തിൽ നിന്നെ ശക്തനാക്കുന്നത്, മുന്നോട്ട് പുറപ്പെടാൻ നിനക്ക് ആർജവം തരുന്നത് നീ കേട്ട ദൈവ ശബ്ദമാണെന്ന് ഇന്ന് രാത്രി എത്രപേർ അത് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ ചേർന്ന് അല്പസമയങ്ങൾ കർത്താവിനെ ആരാധന കൊടുക്കുക. യഹോവയുടെ വചനം അത് അവൻ ദിനംതോറും ധ്യാനിക്കേണ്ടതാണ്. ഇതിനകത്താണ് ദൈവശബ്ദം ഉള്ളത്. ദൈവശബ്ദം കേട്ട് അത് എപ്പോഴും ആത്മബലം എന്ത് ചെയ്യണം? അവൻ പ്രാപിക്കണം, തയ്യാറാകണം. കർത്താവിന്റെ മഹത്വം. ദൈവസഭ അവൻ തിരുവെടുത്തും അതിന്റെ ദൈവശക്തിയും ആരാധനയും പ്രാർത്ഥനയും ഉള്ള ഇടമാണ്. ഇത് കെട്ടി അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു മുന്തിരിത്തോട്ടമാണ്. ഈ മുന്തിരിത്തോട്ടത്തിനകത്ത് എന്തുണ്ട്? നമുക്ക് വേണ്ട ഫലമുണ്ട്. ഈ തോട്ടത്തിനൊരു ഉടമസ്ഥനുണ്ട്. ആരാണ് ഉടമസ്ഥൻ? അത് പിതാവായ ദൈവമാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരൻ. അപ്പൊ ഈ മുന്തിരിത്തോട്ടത്തിന് ആരുണ്ട്? ഈ കെട്ടിയടയ്ക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിന് ഒരു ഉടമസ്ഥനുണ്ട്. അതാരാ? അത് പിതാവായ ദൈവമാണ്. ഈ മുന്തിരിത്തോട്ടത്തിന് ഒരു മധ്യസ്ഥനുണ്ട്. അതാരാ? അത് പുത്രനായ ക്രിസ്തുവാണ്. ഈ മുന്തിരിത്തോട്ടത്തിന് ഒരു കാര്യസ്ഥനുണ്ട്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. എന്തിനാണ് ഈ തോട്ടത്തിനകത്ത് വന്നവര് അവൻ ചെത്തുന്നത്? എന്തിനാണ് ചില ശോധനയിൽ കൂടി കടത്തിവിടുന്നത്? അവൻ പലപ്പോഴും നാം ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്, ആർക്കുമില്ലാത്ത പ്രതിസന്ധി എന്താ എനിക്ക് കടന്നു വന്നത്? എനിക്കെന്താ ഈ കഷ്ടതയുടെ നീച്ചൂടാ? എനിക്കെന്താ ഈ ഏകാന്തത? എനിക്കെന്താ ഈ നെടുവീർപ്പും വേദനകളും വരുന്നത്? അതിന്റെ അർത്ഥം അവൻ നിന്നെ ചേർത്തുന്നതിന് പിന്നിൽ എന്റെ ദൈവത്തിന് വിലപ്പെട്ട പദ്ധതികളുണ്ട്. അവൻ ചേർത്തുന്നതിന്റെ കാര്യം അവൻ നീ ആത്മീക ഫലം നിന്നെ കൂടെ പുറപ്പെടാനാണ്. അവൻ ജഡത്തിന്റെ പ്രവൃത്തികളല്ല, ആത്മാവിന്റെ ഫലങ്ങൾ ഇതിനകത്ത് പുറപ്പെടട്ടെ. അതിലാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ദിനംതോറും ചേർത്തുന്നത്. ഏറ്റെടുക്കുന്നവർക്ക് എന്റെ ദൈവത്തെ സ്തുതിക്കുക. Praise the Lord. Praise the Lord. മുന്തിരിത്തോട്ടത്തിൽ അവനെ ആദ്യം ഒരു കുടിയാന്മാരെ ആക്കി വെച്ചു. ഈ തോട്ടത്തിനകത്ത് ആദ്യം ഒരു കുടിയാരെ ആക്കി വെച്ചു. സ്തോത്രം. ഗൃഹസ്ഥനായ മനുഷ്യൻ എന്നിട്ട് പരദേശത്തേക്ക് പോയി. ഈ മുന്തിരിത്തോട്ടത്തിനകത്തുള്ള ഫലകാലം എടുത്തപ്പോൾ എന്ത് ചെയ്തു? ആദ്യം ദാസന്മാരെ അയച്ചു. ആദ്യം വന്നവനെ ഉപദ്രവിച്ചു. രണ്ടാമത് വന്നവനെ കല്ലെറിഞ്ഞു. മൂന്നാമത് വന്നവനെ കൊന്നുകളഞ്ഞു. ഇത് ഗൃഹസ്ഥനായ മനുഷ്യന് വലിയ വേദന ഉണ്ടായി. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞത് ഇതാണ്, അവൻ എന്റെ മകനെ അവർ ശങ്കിക്കും, എന്റെ ഏകജാതനെ അയക്കാം. അങ്ങനെ ഏകജാതനെ ഈ തോട്ടത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഈ തോട്ടത്തിലേക്ക് ഏകജാതനെ പറഞ്ഞു വിട്ടപ്പോൾ കുടിയന്മാർ പറയുകയാണ്, ഇവനാകുന്നു അവകാശി, ഇവനെ നാം കൊന്നുകളയുക. ദാസന്മാരെ കൊന്നുകളഞ്ഞു, ഏകജാതനെ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. എന്നിട്ട് അവേ സ്തോത്രം, ഏകജാതന്റെ രക്തവും തോട്ടത്തിനകത്ത് വീണപ്പോൾ എന്താ ചെയ്തത്? ഗൃഹസ്ഥനായ മനുഷ്യൻ മടങ്ങി വന്നിട്ട് ഈ കുടിയന്മാരെ നിഗ്രഹിച്ചിട്ട് അവയെ ഈ തോട്ടം വേറെ കുടിയന്മാരെ ഏൽപ്പിച്ചു. അവയെ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് എന്തായി? അത് മൂലക്കല്ലായി. ഒന്നുകൂടി പറഞ്ഞാൽ, തോട്ടത്തിനകത്ത് എത്തി നോക്കാൻ യോഗ്യതയില്ലാത്തവൻ, തോട്ടത്തിനകത്തുള്ള ഫലം അനുഭവിക്കാൻ യോഗ്യതയില്ലാത്തവനെ അവൻ തമ്പുരാന്റെ കരുണയാൽ ഈ തോട്ടത്തിന്റെ അവകാശിയാക്കി മാറ്റി. എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്?
ഹല്ലേലൂയ. അവിടെ പഴയ കുടിയാന്മാരാരാ? പഴയ കുടിയാന്മാരെന്ന് പറഞ്ഞ ഇസ്രായേലാണ്. ഇസ്രായേലാകുന്ന കുടിയാന്മാർ എന്ത് ചെയ്തു? വന്നവരെല്ലാം വകവരുത്തി. അതുകൊണ്ട് ഇസ്രായേൽ കനത്ത ശിക്ഷയാണ് ദൈവത്തിന്റെ പക്കൽ നിന്ന് വാങ്ങിച്ചത്. ഗൃഹസ്ഥനായ മനുഷ്യനാരാ? അത് പിതാവായ ദൈവമാണ്. ഏതാ തോട്ടം? അത് സഭയാകുന്ന തോട്ടമാണ്. ആരാണ് ആദ്യത്തെ കുടിയാന്മാർ? ആദ്യത്തെ കുടിയാന്മാർ അത് ഇസ്രായേലാണ്. അയക്കപ്പെട്ടതാരാ? അത് ദൈവത്തിന്റെ അഭിഷക്തന്മാരാണ്. ഏകജാതനാരാ? അത് പുത്രനായ ക്രിസ്തുവാൻ. ഇനി അവൻ നിഗ്രഹിക്കപ്പെട്ട കുടിയാന്മാരെ മാറ്റിയിട്ട് സ്തോത്രം അടുത്തൊരു കുടിയാന്മാർ ഇതിനകത്ത് പ്രവേശിക്കുന്നു. അതാരാ? അത് ജാതികളായ നമ്മൾ ഓരോരുത്തരുമാണ്. ഇതിനകത്ത് പ്രവേശിക്കാൻ യോഗ്യതയില്ലാത്തവരെ ഇന്ന് രാത്രി ദൈവരാജ്യത്തിന്റെ ഫലം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എത്രപേർക്ക് ദൈവത്തിന് ഈ രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്? ഇതിനകത്ത് കടന്നു വരാൻ നമുക്ക് യോഗ്യതയില്ല കേട്ടോ. ഇന്ന് രാത്രി നമ്മെ കൊണ്ടുവരുത്തിയത് തമ്പുരാന്റെ കൃപയാണ്. കാരണങ്ങൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്കത്തെ വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഇന്ന് രാത്രി നമ്മെ കൊണ്ടുവരുത്തിയത്, ഈ തോട്ടത്തിനകത്ത് കൊണ്ടുവരുത്തിയത് തമ്പുരാന്റെ കരുണയാണ്. അതോർത്ത് എത്രയും ദൈവത്തിന് ആരാധന കൊടുക്കുന്നുണ്ട്. നല്ല യജമാനന്റെ പ്രത്യേകത ഈ തോട്ടത്തിനകത്ത് ആ വാക്യങ്ങളൊക്കെ വായിപ്പിക്കേണ്ടത് സമയം പോയി. സ്തോത്രം. ഈ തോട്ടത്തിനകത്ത് വേലക്കാരെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ തോട്ടത്തിനകത്ത് എന്തുണ്ട്? വേല ഉണ്ട്. ഹല്ലേലൂയ. 3-ാം മണി നേരം വന്നവരും 6-ാം മണി നേരം വന്നവരും 9-ാം മണി നേരം വന്നവരും 11-ാം മണി നേരം വന്നവരും അളന്ന് കൃത്യമായി കൂലി കൊടുക്കുന്ന നല്ല യജമാനൻ ഈ തോട്ടത്തിനകത്തുണ്ട്. ആമേൻ. തോട്ടത്തിനകത്ത് എന്ത് ചെയ്യണം? വേല ചെയ്യണം കേട്ടോ. ഹല്ലേലൂയ. കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിച്ചിറങ്ങിയാൽ മറ്റൊരു കാര്യത്തിലൂടെ ഇറങ്ങരുത്. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയത് അറിയാം. സ്തോത്രം. ഇത് 19-ാമത്തെ വർഷമാണ്. സ്തോത്രം. ആരംഭത്തിലൊക്കെ പ്രതിസന്ധി കടന്നു വന്നിട്ടുണ്ട്. പ്രയാസങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷെ അതിന്റെ നടുവിലും ദൈവമാണ് നമ്മെ ഏൽപ്പിച്ചെന്നുള്ള ബോധ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ തോട്ടത്തിനകത്ത് തന്നെ ദൈവം നമുക്ക് കൂടുതൽ ഇടയാക്കി. ദൈവത്തെ ചിന്തിച്ചാട്ടെ. അല്പത്തിൽ വിശ്വസ്തനാകുന്നവരെ അധികത്തിൽ വിചാരകനാക്കുന്ന നല്ലൊരു യജമാനൻ നമുക്കുണ്ട് കേട്ടോ. നീ നിന്റെ തലമുറയും പട്ടിണി കിടക്കാൻ, അവൻ ദേശത്ത് തലകുണിക്കുവാൻ, ലജ്ജിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കില്ല. നീ കർത്താവിന്റെ വേലക്കാരനാണ്. ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. കർത്താവിന്റെ വേലക്കാരൻ ഒരിക്കലും ലജ്ജിക്കുവാൻ ദൈവം അനുവദിക്കില്ല. ഈ തോട്ടത്തിനകത്ത് നല്ല കുളി തരുന്ന അവൻ യജമാനൻ നമുക്കുണ്ട്. കൈകൾ ഉയർത്തി ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. ഈ തോട്ടത്തിനകത്ത് വേല ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണത്? ദൈവദിനത്തിന് പ്രമാണപ്പെട്ട് തീരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. സ്തോത്രം. അതെപ്പോഴും കെട്ടിയടയ്ക്കപ്പെട്ടിരിക്കണം. കെട്ടിയടയ്ക്കപ്പെട്ടിരിക്കണം. അതിൻ്റെ അകത്ത് വേണം കാര്യങ്ങൾ എന്ത് ചെയ്യാൻ? നടക്കാൻ. എല്ലാം കൂടെ തോന്നിയതുപോലെ പുസ്തകത്തെ വ്യാഖ്യാനിക്കരുത്. അതിന് ഉള്ളതുപോലെ എന്ത് ചെയ്യണം? കൃത്യമായ ജനത്തിന് കൊടുക്കണം. നമ്മുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യരുത്? പുസ്തകത്തെ വ്യാഖ്യാനിക്കരുത്. ഹല്ലേലൂയ. പണ്ട് സ്തോത്രം കർത്താവിനെ കുറിച്ച് ഒരാൾ വിവരിച്ചിട്ട് പറഞ്ഞു, കർത്താവ് നമ്മുടെ ദൈവമാണ്, നമ്മുടെ രക്ഷകനാണ്. സ്തോത്രം. നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. പിന്നെ കർത്താവ് നമ്മുടെ ജ്യേഷ്ഠനാണ്. അതുകൊണ്ട് ഇനി കർത്താവിനെ വിളിക്കണ്ട, നാളെ മുതൽ സഹോദര എന്ന് വിളിക്കണം. തെറ്റി, പ്രമാണം തെറ്റി. സ്തോത്രം. അങ്ങനെ പ്രകാരം തിരിയ ജ്യേഷ്ഠനാണ്. പക്ഷേ കർത്താവ് ആരാ? കർത്താവ് ദൈവമാണ്. സ്തോത്രം. കർത്താവിന്റെ ദൈവത്വത്തിന് എന്തില്ല? ഒരിക്കലും മാറ്റം വരില്ല. സ്തോത്രം. ഉള്ളതുപോലെയാണ് ദൈവത്തിന്റെ വചനം. തോന്നിയതുപോലെ പുസ്തകത്തെ വ്യാഖ്യാനിക്കരുത്. സ്തോത്രം. വ്യാഖ്യാനിക്കുന്ന എല്ലാം വിഷയമാണ്. അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല. സമയമില്ല. അതുകൊണ്ട് ഹല്ലേലൂയ. അപ്പൊ തോട്ടത്തിനകത്ത് നിൽക്കുന്നവരെ ഈ കെട്ടിയടയ്ക്കപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുത്തിയണം ഉണ്ടായിരിക്കണം. സ്തോത്രം. ഇതിനകത്ത് ഭാരവയ്ക്കാൻ ഹല്ലേലൂയ സഹോദരരെ വിഷയങ്ങൾ ഉണ്ടാക്കാനും, സ്തോത്രം, അപവാദങ്ങൾ പറയാനും, സഭയ്ക്കകത്തുള്ള വിഷയങ്ങൾ പുറത്തുപോയി പറഞ്ഞ് ആകെ വിഷയമാക്കി ഉള്ളതിനെ കൂടെ കളയാനല്ല ദൈവം നിന്നെ കൊണ്ടുവന്നത്. ഇതിനകത്ത് ഫലമാണ് പുറപ്പെടേണ്ടത്. കൈകൾ ഉയർത്തി ദൈവത്തെ ശ്രദ്ധിച്ചാണ്. സഭയിൽ നിന്ന് ഫലമാണ് എന്ത് ചെയ്യേണ്ടത്? പുറപ്പെടേണ്ടത്. അല്ലാതെ സ്തോത്രം ജഡത്തിന്റെ
വിഷയങ്ങൾ വരുമ്പോഴാണ് പ്രശ്നമാകുന്നത്. അവയെ കർത്താവിന്റെ ദാസന്മാരായിട്ട് കാണും, സഹോദരന്മാരെ കാണും. നിസ്സാരാന്ന് പോലും പറയാൻ പാടില്ലെന്ന, പിന്നെ ദൈവജനത്തിന് വിരുദ്ധമായി പഠിപ്പിക്കുന്നവർക്കെതിരെ സംസാരിക്കുന്ന പുസ്തകം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവം തരുന്നുണ്ട്. അത് കർത്താവും പറയുന്നുണ്ട്, അപ്പോസ്തലന്മാരും അവൻ പറയുന്നു. അവർ നമുക്കുള്ളവരെല്ലാം എന്ത് ചെയ്യണം, പ്രസിദ്ധമാകണമെന്നാണ്. അവൻ അവർ നമ്മുടെ ഇടയിൽ പാർത്തിട്ട് അവൻ നമുക്കുള്ളവരെല്ലാം എന്ത് ചെയ്യണം, പ്രസിദ്ധമാകണം. സ്തോത്രം. ഇപ്പൊ വചനം വിട്ടു പോയവരൊക്കെ നമുക്കുള്ളവരെല്ലാം എന്ത് ചെയ്യണം, പ്രസിദ്ധമാകണം. സ്തോത്രം. പ്രസിദ്ധമാകണമെങ്കിൽ ആ സഭയ്ക്കകത്ത് മാത്രം പറഞ്ഞാൽ പോരാ, അവൻ പുറത്ത് യോഗം വയ്ക്കുമ്പോൾ പുറത്ത് ഉണ്ടാകുന്ന വിഷയത്തെ പുറത്ത് തിരുത്തണം. അങ്ങനെയൊക്കെയാണ് ദൈവം നമുക്ക് അനുവാദം തന്നിരിക്കുന്നത്. കൈകൾ ഉയർത്ത ദൈവത്തെ ശ്രദ്ധിച്ചാളെ. സഭയാകുന്ന തോട്ടത്തിനകത്തുള്ള വേലക്കാര്, കാവൽക്കാര് ഇതിനെ പാലിക്കേണ്ട കടമയുണ്ട്. തെളിവ് ആമേ 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 1-ാമത്തെ വായിക്കും. പറഞ്ഞ് പ്രാർത്ഥിക്കും. രാജാക്കന്മാർ 21:1. മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അടുത്ത എന്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് വിട്ടുതരുവാൻ യഹോവ സംഗതി ശ്രദ്ധിക്കൂ. സ്തോത്രം. നാബോത്തിന് മുന്തിരിത്തോട്ടം ആര് കണ്ടുവച്ചു? ആഹാബ്. എന്നിട്ട് എന്താ പറയുന്നത്? ഞാൻ നിനക്ക് ഇതിന്റെ വില തരാം. സ്തോത്രം. എനിക്ക് ആ തോട്ടം എന്ത് ചെയ്യണം, ചീരത്തോട്ടമാക്കാൻ തരാം. സഭയാകുന്ന മുന്തിരിത്തോട്ടത്തെ, കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടത്തെ ആർക്ക് കൊടുക്കരുത്? ആഹാബിന് കൊടുക്കരുത്. സ്തോത്രം. മുന്തിരിത്തോട്ടത്തിന്റെ അവകാശിയായിരിക്കുന്ന നാബോത്ത് പറഞ്ഞത് ഇതെന്റെ പിതാക്കന്മാരുടെ അവകാശമാണ്. അടുത്ത ഇത് വിട്ടുതരുവാൻ യഹോവ. ശ്രദ്ധിച്ചേ. സ്തോത്രം. സഭയാകുന്ന മുന്തിരിത്തോട്ടത്തെ പാലിക്കേണ്ട കടമ ആർക്കുണ്ട്? നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഇത് കെട്ടിയടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിന് വേരുകളെ പൊളിക്കാൻ ആര് വന്നാലും അതിനെതിരെ സംസാരിക്കാനും സഭയെ സ്തോത്രം ആ നിലയിൽ നിർത്തുവാനുള്ള കടമ നമുക്കുണ്ട്. അപ്പോൾ തന്നെ കാര്യം മനസ്സിലാക്കണം, സഭയ്ക്കകത്ത് വരുന്ന വിഷയങ്ങൾ സഭയ്ക്കകത്ത് തീർക്കണം. സഭയ്ക്കെതിരെ വരുന്ന വിഷയങ്ങൾ പുറത്തു പോയി എന്ത് ചെയ്തത്? ഇന്ന് ഉപദേശിമാരെ കാണിക്കുന്ന പോലെ സെക്രട്ടറി പോയിരുന്ന അമ്മയ്ക്കിരിക്കാനൊന്നും പുസ്തകം വന്നില്ല. അത് സഭയ്ക്കുണ്ടാകുന്ന വിഷയമാണ്. അത് ഉണ്ടാകുന്ന കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നു. ഇടയ സംഗമം, പെന്തക്കോസ്ത് ഐക്യവേദി, പിന്നെ നാഷണൽ മൂവ്മെന്റ് പ്രസ്ഥാനം, ഇവനൊന്നും വെളിവില്ല. സ്തോത്രം. അവിടെ കൊണ്ടുപോയി പറയുകയാണ്, ഞങ്ങളിൽ ഒന്ന് തൊട്ട് കളിച്ചാൽ അത് മറ്റവർ വിളിക്കുന്ന പോലെ തന്നെ. ജയ് മസി വിളിക്കുന്നതും ഇംഗ്ല വിളിക്കുന്നതും ഒരുപോലെ, അർത്ഥത്തിലേക്ക് ഏകദേശം ഒരുപോലെ. മനസ്സിലായോ? സ്തോത്രം. പാസ്റ്റർമാരെ കൊല്ലുന്നേ എന്നെന്ത് ചെയ്യരുത്. പാസ്റ്റർമാരെ കൊല്ലുന്ന പുസ്തകത്തിലുണ്ടല്ലോ. പിന്നെ അവിടെ പോയി കൊല്ലുന്നേ എന്ന് വിളിക്കുന്നത്, കൊല്ലും, ഉപദ്രവിക്കും. സഭയ്ക്കകത്ത് വന്നോ ഇത് അനുഭവിച്ചേ പറ്റൂ. തന്റെ ഇടമുള്ള മാത്രമേ പുസ്തകം എടുത്താൽ മതി. പറഞ്ഞാട്ട് പേടില്ലാതെ എടുക്കണ്ട. സ്തോത്രം. എടുത്തതിന്റെ വിഷയമാണ്. അവരെന്ത് ഇതേപോലെ വിഷയം ഉണ്ടാകും. ജെയ്സ് പാണനാട് ഞാനൊന്നും വെളിവില്ല, ഞാൻ കൊടുത്തോളാം, ഞാൻ കൊടുക്കണം. ഏബ്രാം വീട് എന്ന് പറയാം. വീട് സതീശൻ ഞങ്ങള് പലപ്പോഴും ഒറ്റയ്ക്കാകുന്ന ഒരു ബോധ്യം വരുമ്പോൾ സാറിനെ കാണുന്നത് മാത്രം. നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവരെക്കാൾ വലിയവൻ. ആര്? സഭ. ഒരു രാഷ്ട്രീയക്കാരനെ കണ്ടപ്പോൾ നമ്മൾ പറയുകയാണ്, പലപ്പോഴും ഞങ്ങൾക്ക് ഒറ്റപ്പെടൽ മാറുന്നത് സാറിനെ കണ്ടപ്പോഴാണ്. സ്തോത്രം. മനസ്സിലായോ? അല്ലെങ്കിൽ സഭ ഇതല്ല, അതൊന്നും സഭയല്ല. സെക്രട്ടേറിയറ്റിൽ പോയി ധർണയ്ക്കിരുന്ന ഒരുത്തരും വെളിവില്ല. അതാരെന്ന് പറഞ്ഞാൽ കേബലമായാലും കെ തോമസ് ആയാലും ഇവനൊന്നും പോവില്ല. സ്തോത്രം. ഇതൊന്നും ദൈവസഭയുടെ അംഗമല്ല. ഇവന്റെ മേൽ വ്യാപരിക്കുന്നത് മുതുഭൂതമാണ്. മുതുഭൂതം. സ്തോത്രം പറഞ്ഞില്ല. സഭയ്ക്ക് ഇതിന്റെ അപ്പുറം വിഷയം ഉണ്ടാവും. സ്തോത്രം. അതിനെ അവിടെ പോയി ധർണയ്ക്കിരിക്കാനല്ല.
ഹല്ലേലൂയ. കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ ഇപ്പൊ പറഞ്ഞ 12 ദൂതന്മാരെ അയക്കാൻ എനിക്ക് ഞാൻ പറഞ്ഞാൽ ഇപ്പൊ കടന്നു വരും. പക്ഷെ എന്റെ രാജ്യം എന്തല്ല, എന്റെ രാജ്യം ഐഹികമല്ല. ഇത് ആയുധമെടുത്തുള്ള രാജ്യമല്ല. വാളെടുത്ത് പണിയപ്പെട്ട രാജ്യമല്ല. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ക്ഷമ കൊണ്ട് ഒരു രാജ്യം പടുത്തുയർത്തിയെങ്കിൽ അതിന്റെ രാത്രി ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തു സ്ഥാപിച്ച സാമ്രാജ്യമാണ്. സാമ്രാജ്യം സ്നേഹം കൊണ്ട് പണിയപ്പെട്ടതാണ്, അല്ലാതെ വാളെടുത്തതല്ല. വാളെടുക്കുന്നവൻ വാളാൻ നശിച്ചു പോകുമെന്നാണ് തിരുവെടുത്ത് പറയുന്നത്. അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രതിസന്ധി ഇതല്ല, അടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതല്ല അടി വരാൻ പോകുന്നതിന്റെ അപ്പുറം സംബന്ധിയും അടി വാങ്ങി. അപ്പോഴാണ് എല്ലാവരും 5 ലക്ഷം പറ്റി 10 ലക്ഷം കൊടുക്കുന്നുണ്ട് ഓരോ സംസ്ഥാനങ്ങളിൽ. അറിഞ്ഞോ? അറിയോടെ ഓരോ സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. ആ സംവിധാനം ഉടനെ എവിടെ വരും? കേരളത്തിലും വരും. സ്തോത്രം. അപ്പോഴാണ് നമ്മൾ ആരെന്ന് തെളിയിക്കപ്പെടുന്നത്. മനസ്സിലായോ? ഈ കാണുന്ന പ്രതിസന്ധി അല്ല. മണിപ്പൂരുണ്ടായത് സാമ്പിൾ സാധനമാണ്. വെടിക്കെട്ട് വരുന്നേ ഉള്ളൂ. ഇതൊക്കെ ചെറിയ സാമ്പിൾ മാത്രമാണ്. വെടിക്കെട്ട് സാധനം വരികയാണ്. കേരളത്തിൽ ഉടനെ വരും. അവിടെ സമുദായത്തിലേക്ക് പോകാൻ. സ്തോത്രം. പക്ഷെ ഇന്ന് രാത്രി ധൈര്യത്തോടെ വിളിച്ചു പറയാം, ഇനി 5 ലക്ഷമല്ല 10 ലക്ഷമല്ല തങ്ക കട്ടി തരാന്ന് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിനെ തള്ളി പറയില്ല. ഞങ്ങൾ ഇന്ന് രാത്രി കർത്താവിനെ കുറിച്ച് കേൾക്കുക മാത്രമല്ല, ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഞങ്ങൾ അവനെ അനുഭവിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ക്രിസ്തുവിന്റെ സാന്നിധ്യം എത്ര മക്കൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. അനുഭവിച്ചവർ ഒരിക്കലും കർത്താവിനെ തള്ളില്ല. കൈകളുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പൊ ഉണ്ടാകുന്ന പ്രതിസന്ധി ഇതല്ല, ഇതിന്റെ അപ്പുറം വരും. കേരളത്തിൽ വരും. കേരളത്തിൽ വരുമ്പോൾ നമ്മൾ ആരെന്ത് ചെയ്യും? തെളിയിക്കപ്പെടും. അവരും തരും 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ. സ്തോത്രം. പിന്നെ ഇതൊക്കെ പല വ്യക്തികൾക്കും പോയി മേടിക്കണമെന്നൊക്കെ ആഗ്രഹമാണ്. അങ്ങോട്ട് വരുമ്പോൾ കാണുമ്പോൾ നമുക്കറിയാം. പക്ഷെ ഇത് കൊടുക്കുന്നവരെയാണ് അറിയത്തില്ല. അതാണ് കൊടുക്കുന്ന സ്ഥലം വലിയ പിടിയില്ല. അതിനുവേണ്ടി മുട്ടിപ്പായി പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക, അത് വെളിപ്പെടുത്താൻ. ഇത് പോകുന്നവർ പോകും. ഇതിനകത്തൊരു ന്യൂനപക്ഷം മാത്രമേ കാണൂ. നിങ്ങൾ പറയും നോഹയുടെ കാലം ഒരു കാലം എന്ത് ചെയ്യും? കർത്താവിന് പറയും. നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത എന്താ? നോഹയുടെ ഒട്ടകത്തിനകത്ത് 8 വരെ കയറിയുള്ളൂ. അതാ സ്തോത്രം. അതും ഒരു അടയാളമാണ്. അതിന്റെ അർത്ഥം ചെറിയൊരു ശേഷിപ്പ് മാത്രമേ വചനത്തിൽ നിൽക്കുന്നവർ കാണും. മനസ്സിലായോ? അല്ലാതെ എല്ലാം പുറത്തു പോകും. പ്രതിസന്ധി കാര്യങ്ങൾ ഗൗരവമാകുമ്പോൾ, പ്രതിസന്ധി കൂടുമ്പോൾ, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത നമ്മുടെ പ്രതിസന്ധി കടന്നു വരുമ്പോൾ, ജീവന് പോലും ഹാനി വരത്തക്ക നിലയിലുള്ള പ്രതിസന്ധി കടന്നു വരുമ്പോൾ, അവിടെയും സഹിച്ചു നിൽക്കുന്നവർക്ക് മാത്രമാണ് ദൈവരാജ്യത്തിൽ പ്രവേശനമുള്ളത്. മനസ്സിലായ ദൈവമക്കളെ യാത്രയിൽ ദൈവത്തെ സ്തുതിക്കാം. മാതാവിന്റെ ആഗ്രഹം എന്താ? നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കണം. ആ മുന്തിരിത്തോട്ടം കൈവശമാക്കി എങ്ങനെയെങ്കിലും സ്തോത്രം എടുക്കുക എന്നുള്ളതാണ്. ആ ആഗ്രഹത്തിന് വേണ്ടി നാബോത്തിനടുത്ത് ചെല്ലുമ്പോൾ നാബോത്ത് പറഞ്ഞത്, എന്റെ പിതാക്കന്മാരുടെ അവകാശം വിട്ടുതരുവാൻ യഹോവ എന്ത് ചെയ്യരുത്? സംഗതി വരുത്തരുത്. ഇനി ശ്രദ്ധിക്കൂ. സ്തോത്രം. മുന്തിരിത്തോട്ടവും ചീരത്തോട്ടവും തമ്മിൽ വ്യത്യാസം എന്താ? മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ അത് വളർന്ന് സ്തോത്രം അത് മതിലിന്മേൽ പടരേണ്ടതാണ്, അത് വളർന്നു പോകേണ്ടതാണ്. ചീരത്തോട്ടം അങ്ങനല്ല. ചീരത്തോട്ടം ഒരു പരിധി വിട്ടാൽ വളരില്ല. സ്തോത്രം. വഴി പോകുന്നവർക്ക് ഇത് ചീരത്തോട്ടമാണോ അല്ല വേറെന്തിനുമാണ് നട്ടിരിക്കുന്നതെന്ന് അറിയാനൊക്കില്ല. മനസ്സിലായോ? ദൈവസഭ ചീരത്തോട്ടമല്ല, ദൈവസഭ കെട്ടിയടച്ച മുന്തിരിത്തോട്ടമാണ്. കെട്ടിയടക്കപ്പെട്ട മുന്തിരിത്തോട്ടം വഴി പോകുന്നവര് കാണണം ഇത് ദൈവസഭയാണെന്ന്. വളർച്ച അത് മതിലിന്മേൽ പടരട്ടെ, വഴി പോകുന്നവർക്ക് മനസ്സിലാകട്ടെ ഇത് ദൈവസഭയാണെന്ന്. എത്രപേർക്ക് ഞാൻ പറയുന്നത് തിരിച്ചറിയുന്നുണ്ട്? കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇത് ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവസഭയാകുന്ന മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കാൻ ശ്രമിക്കുന്ന ആഹാപര ശക്തികളും ഇസ്രായേലിന്റെ ഗൂഢാലോചനകളും ഉണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ ധൈര്യത്തോടെ നിൽക്കുന്ന നാബോത്തുമാരെ കർത്താവിന്റെ ആത്മാവിന്റെ രാത്രി അന്വേഷിക്കുകയാണ്. നാബോത്ത് പറഞ്ഞ പദം ഇതാണ്, എന്റെ പിതാക്കന്മാർ അവകാശം വിട്ടുതരുവാൻ യഹോവ സംഗതി വരുത്തരുത്. ഇത് പറഞ്ഞപ്പോൾ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയിട്ട് നാബോത്തിനെ കൊല്ലാൻ പദ്ധതിയിടുകയാണ്. നാബോത്തിനെ കൊല്ലാൻ പദ്ധതിയിട്ട് മൂപ്പന്മാര് കല്ലുകളുമായി നിലനിൽക്കുമ്പോൾ നാബോത്ത് ധൈര്യത്തോടെ പറഞ്ഞത് എന്താണ്? സ്തോത്രം. ആഹാ പറയുകയാണ്,
ഈ ആ മുന്തിരിത്തോട്ടം വിട്ടു തന്നാൽ ഞാൻ നിന്നെ ജീവനോട് വിടാം, വെറുതെ വിടാം. പക്ഷേ ആ സ്തോത്രം നാബോത്ത് മറുപടി പറഞ്ഞു കാണും, നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കത് വിട്ടു തരത്തില്ല. നിനക്ക് ആ മുന്തിരിത്തോട്ടം കൈവശമാക്കണമെങ്കിൽ എന്നെ നീ വകവരുത്തണം, അല്ലാതെ ഒരിക്കലും അത് കിട്ടത്തില്ല. മനസ്സിലായോ? അങ്ങനെയാണ് ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുകയാണ്. അവൻ കെട്ടിയടച്ച മുന്തിരിത്തോട്ടമാകുന്ന ദൈവസഭയാകുന്ന അവൻ ഈ മുന്തിരിത്തോട്ടത്തെ അവൻ ചീരത്തോട്ടമാക്കാൻ ശ്രമിക്കുന്ന അവൻ ആഹാബിന്റെ സകല അധികാരങ്ങളെയും സകല പദ്ധതികളെയും രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ അവൻ അഭിഷേകം പ്രാപിച്ച നാമത്വമാണ് അതിനെതിരെ പോരാടിക്കൊണ്ട് ആത്മാവിൽ പടവെട്ടിക്കൊണ്ട് അതിനെ ജയമെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആലോചന വിശ്വസിക്കുന്ന ഈ മക്കൾ ദൈവത്തിന്റെ ആത്മസമയങ്ങൾ ആരാധനപ്പെടുത്താണ്. ദൈവസഭയാകുന്ന മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കുന്ന ആഹാബിന്റെ ആലോചനകളെ പൊളിച്ചു കളയുന്ന ഇസ്രായേലിന്റെ ആലോചനകളെ പൊളിച്ചു കളയുന്ന അത് ദൈവത്തിന്റെ അഭിഷേകന്മാർ ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. വിശ്വസിക്കുന്നവർ ചേർന്ന് അല്പസമയങ്ങൾ ആരാധന കൊടുക്കുക. ശക്തിയോടെ ശക്തിയോടെ സ്തോത്രം. മുന്തിരിത്തോട്ടം കൈവശമാക്കണമെങ്കിൽ ആകെ വകവരുത്തണം നാബോത്തിനെ. അപ്പൊ അഭിഷേകമുള്ള ഒരുത്തനെ കൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെതിരെ നിൽക്കാൻ കഴിയും. ഒരുത്തം മതി വയ്ക്കാത്തത്. ഏലിയാവ് ഒരുത്തനാണ് നിന്നത്. 850 മുമ്പിൽ നിൽക്കുമ്പോൾ മുട്ടുമറച്ചില്ല. ആമേൻ സ്തോത്രം. വാക്കിലിടറിയില്ല. ഏലിയാവിനറിയാം 850 സേവിക്കുന്നത് വിഗ്രഹത്തെയും ഞാൻ സേവിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തെയും. അതുകൊണ്ട് അവൻ പേടിക്കത്തില്ല. മനസ്സിലായോ? ദൈവസഭയാകുന്ന മുന്തിരിത്തോട്ടം ദേശത്ത് വളർന്നു വന്നിരിക്കട്ടെ. അപ്പോൾ തന്നെ അത് കെട്ടിയടയ്ക്കപ്പെട്ട മുന്തിരിത്തോട്ടമാണ്. 2 അവയെ അതടച്ചിരിക്കുന്ന നീരവാൻ. 3 മുദ്രയിട്ടിരിക്കുന്ന കിണർ. ദൈവസഭയെ മുദ്രയിട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? വീണ്ടെടുപ്പിനാണ് വേണ്ടി. ഈ കിണറിനകത്ത് എന്തുണ്ട്? ജീവന്റെ വെള്ളമുണ്ട്. അതാണ് യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അവൻ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ആ കിണറിനകത്ത് നിന്ന് ഈ ജീവജല നദി എന്ത് ചെയ്യണം? ഒഴുകണം. പക്ഷേ അപ്പോൾ തന്നെ സഭയെ മുദ്രയിട്ടിരിക്കുകയാണ്. എന്തിനാണ് മുദ്രയിട്ടിരിക്കുന്നു? പരിശുദ്ധാത്മാവിനാൽ. എന്തിനു വേണ്ടി മുദ്രയിട്ടിരിക്കുന്നു? വീണ്ടെടുക്കുന്നതിന് വേണ്ടി മുദ്രയിട്ടിരിക്കുന്നു. അടച്ചിരിക്കുന്നതിന് ഉറവ് അവൻ തുറന്ന് എടുക്കുമ്പോഴാണ് ആ ഉറവയുടെ മഹത്വം മനസ്സിലാകുന്നത്. ശബരിക്കാരൻ ചോദിക്കുന്നത്, നീ ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനോ? അവനാകും ഞങ്ങൾക്ക് ഈ കിണർ തന്നത്. ഞങ്ങളുടെ പിതാക്കന്മാരും മക്കളുമല്ല ഇതെന്ന് കുടിച്ചു പോലും, മൃഗങ്ങൾ കുടിച്ചു പോരുന്നു. സ്തോത്രം. യാക്കോബ് കൊടുത്ത ഉറവയിൽ നിന്ന് കുടിച്ചപ്പോൾ അവിടെ പറഞ്ഞത് ഞങ്ങളുടെ പിതാക്കന്മാർ തന്നതാണ്. ഇത് യാക്കോബിന്റെ ഉറവയാണ്. യാക്കോബിന്റെ ഉറവയിൽ നിന്നും കുടിച്ചവനെ എന്ത് ചെയ്യുന്നു? വീണ്ടും ദാഹിക്കുന്നു. എന്നാൽ അടച്ചിരിക്കുന്ന നീരുറവയാകുന്ന നിത്യജീവന്റെ ഉറവയിൽ നിന്ന് കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. അത് നിത്യജീവങ്ങളിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. പ്രത്യാശ്വതി മക്കൾ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മൾ കെട്ടിയടയ്ക്കപ്പെട്ടതാണ്. അടച്ചിരിക്കുന്ന നീരുറവയാ. അവൻ മുദ്രയിട്ടിരിക്കുന്ന കിണറാ. ഇത് എന്തിനുകൊണ്ട് ഒരുക്കപ്പെടുകയാണ്? ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി നമ്മൾ ഒരുങ്ങുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ സംഭവിക്കുന്ന പരാജയങ്ങള് ആമേൻ സ്തോത്രം അതെല്ലാം ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിന്റെ വരവിനായി നമ്മൾ ഒരുക്കമുള്ളവരാകണം. സഭ എന്ന് പറയുന്നത് കർത്താവ് വില കൊടുത്തതാണ്. സ്തോത്രം. കർത്താവ് കൊടുത്തത് സ്വന്തം ജീവനെയാണ്. അവൻ നമ്മളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ അവൻ വെടിപ്പാക്കിയത്. അവനാരാ? അവൻ ക്രിസ്തു. അവളാരാ? ദൈവസഭ. എങ്ങനെയാണ് ശുദ്ധീകരിച്ചത്? വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ, യേശുവിന്റെ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവന്നു. ഇനി നമ്മൾ താന്താങ്ങൾക്കുള്ളവരല്ല. നമ്മൾ ആർക്കുള്ളവരാണ്? നമ്മൾ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടു നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ദൈവസഭ. ഈ ദൈവസഭയെ ചെറുക്കുവാൻ യേശു ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടാൻ പോകാൻ കെട്ടിയടച്ച തോട്ടത്തിനകത്തുള്ളവരെ മാത്രമാണ് ആമേ മണവാളൻ കൊണ്ടുപോകുന്നത്. അതിനകത്ത് ആത്മീക ഫലമുള്ളവരെ മാത്രമാണ് മണവാളൻ കൊണ്ടുപോകുന്നത്. ആ പ്രത്യാശ പോലും കെട്ടുപോകാതെ കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുക്കമുള്ളവരാകാം. നമ്മുടെ പ്രാണനാഥൻ വരാറായി. എല്ലാ ദൈവമക്കൾക്കും പ്രാർത്ഥനയ്ക്കായി തങ്ങളുടെ എല്ലാ ദൈവമക്കളും കണ്ണുകളടച്ചാണ്. എല്ലാവരും ദൈവം